നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. വെടിനിർത്തലിന്റെ കാലാവധി തീരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം രൂപം കൊണ്ടിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ ഒരു കപ്പൽ നേർക്ക് വെടിനിർത്തു, കപ്പൽ പിടിച്ചെടുത്തു. തുടർന്ന് ഇറാൻ അമേരിക്കൻ കപ്പലിന്റെ നേർക്കും ആക്രമണം നടത്തിയതായിട്ട് പറയുന്നു. എന്തായാലും ഹോർമൂസിൽ നമുക്ക് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ശാന്തത ഇപ്പോൾ ഉണ്ടാവുമെന്ന് കരുതാൻ ന്യായമില്ല. പശ്ചിമേഷ്യയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അല്പശാന്തത ഉണ്ടായിരുന്നു. ഡ്രോൺ ആക്രമണവും മറ്റുമൊക്കെ വളരെ കുറഞ്ഞു. ആളുകളൊക്കെ വിശ്വാസത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ പുറത്തിറങ്ങി തുടങ്ങി. അവിടെ ഈ യുദ്ധത്തിന്റെ അലർട്ടുകൾ കുറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഒരു വെടിനിർത്തലിന്റെ തുടർച്ചയായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാകുമെന്നും യുദ്ധം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഹോർമൂസിൽ ഈ പുതിയ സംഭവവികാസം. അമേരിക്കയെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ഏത് നിമിഷവും ഇറാന്റെ മേൽ ബോംബിടുമെന്നും ഇറാനെ നശിപ്പിക്കുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇറാന്റെ കൈവശമുള്ള ഏകദേശം 450 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് നീക്കണം. നീക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇനി ഇറാന് യാതൊരു തരത്തിലും അതിന്മേൽ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും അണുവായുധം ഉണ്ടാക്കാൻ ഇറാന് കഴിയരുത് എന്നുള്ള ആവശ്യമാണ്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഇറാൻ ഇപ്പോഴും സമ്മതം മൂടിയിട്ടുമില്ല. ബാക്കി ഏത് കാര്യങ്ങളും തീർപ്പുണ്ടായാലും ഈ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ഇറാനാകട്ടെ ഇപ്പോഴും എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും തങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നും അമേരിക്കയെ കിട്ടിയില്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയോ അമേരിക്കയുടെ ബേസുള്ള അല്ലെ മിലിറ്ററി ബേസുള്ള ആ രാജ്യങ്ങളെയോ തങ്ങൾ ആക്രമിക്കുമെന്നുള്ള ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി നാളെ എന്നുള്ളതിനെ കുറിച്ച് അനിശ്ചിതാവസ്ഥയാണ്. പക്ഷെ ഇതുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് യുദ്ധം ഫ്ലെയറപ്പ് ചെയ്തില്ലെങ്കിൽ പോലും എണ്ണയുടെ ലഭ്യത കുറയുകയും ലോകവ്യാപകമായിട്ട് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ എണ്ണയുടെ ലഭ്യത കുറയുകയും ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറയുകയും അങ്ങനെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ലോകം മുഴുവൻ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ യുദ്ധത്തേക്കാൾ ഭീകരമായ ഒരു വലിയൊരു ഊർജ്ജ പ്രതിസന്ധി രാജ്യത്തെ നേരിടുകയാണ്. അത് കേരളം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം മൂലം നമുക്ക് ഹോട്ടലുകളിൽ ഭക്ഷണം ലഭിക്കുന്നില്ല. വീടുകളിൽ പോലും ഇപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ എപ്പോൾ എങ്ങനെ കാര്യങ്ങൾ അവസാനിക്കാന്നൊരു പിടിയുമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഗൗരവമായ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. മറ്റ് വിദേശ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നതിനെതിരായിട്ട് അമേരിക്കയോട് സഹകരിച്ചോ അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അതിന് മുന്നോട്ട് വന്നിട്ടില്ല. ഈ സംഘർഷാവസ്ഥ തുടരുന്നതിൽ ലോകം മുഴുവൻ ഇപ്പോഴും ആശങ്കയിലാണ്.